വേഗം ചെല്ലേ. നമസ്കാരം മാഡം. നമസ്കാരം. താങ്ക് യു. വരൂ മാഡം, എല്ലാവരും കാത്തിരിപ്പുണ്ട്. വരൂ. സത്യം നോക്കേ. വാ, നമുക്ക് അവരോട് പോയി കളിക്കാം. എങ്ങോട്ടാ കളിക്കാൻ പോവാ. രണ്ടെണ്ണത്തോട് ഒരു കാര്യം പറയാം. അവിടെ അകത്ത് പരിപാടി എടുക്കാം. അങ്ങോട്ട് പോണ്ടേ? ഇവിടെ വന്നാ മതിയോ? അച്ഛനൊന്നും മിണ്ടായിരുന്നേ, അവിടെ പോയിരുന്ന ബോറടിക്കും. ഞങ്ങളൊന്നും വരുന്നില്ല. വാ പപ്പി. അല്ല മക്കളെ വിഴല്ലേ. രണ്ടെണ്ണം കൂടി കളിച്ച് കളിച്ച് അവിടുത്തെ പിള്ളേരെ അടിക്കരുതേ. ഞാൻ കുറച്ചേരം ആടട്ടെ. അച്ഛൻ പൊക്കോ, ഞങ്ങൾ ഇവിടെ നിന്ന് കളിച്ചോളാം. അച്ഛൻ പോയിക്കോ അച്ഛാ. ഇതെന്തൊരു കഷ്ടാ. സൂക്ഷിച്ച് കളിക്കണേ. ആ, സൂക്ഷിച്ചോളാം. സത്യ, ഇനി ഞാൻ ആടട്ടെ. ആ, ഇനി പപ്പി ഏറിക്കോ. അത് കുറെ കുട്ടികളുണ്ടല്ലോ. ആ നല്ല ഡ്രസ് ഇട്ട കുട്ടികളിൽ ഒരാളെയാണ് നമുക്ക് പൊക്കേണ്ടത്. അതിലേത് കുട്ടി? അത് വിളിച്ച് ചോദിക്കേണ്ടി വരും. എങ്കിൽ ചോദിക്കേ. ഈ ഫംഗ്ഷൻ തീരുന്നതിന് മുമ്പ് കുട്ടിയെ കൊണ്ട് കടക്കണം. ആ, എന്തായി പീറ്ററെ, കാര്യം നടന്നോ? ഇല്ല, ഇവിടെ 2 കുട്ടികളുണ്ടല്ലോ. ഇതിലേത് കുട്ടിയാ നമുക്ക് പൊക്കേണ്ടത്? രണ്ടിനെയും പൊക്കിക്കോ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ഒന്നായാലും രണ്ടായാലും നമുക്ക് കാര്യം നടന്നാ മതി. ആ, പിന്നെ ക്ലോറോഫോം എടുത്തിട്ടില്ലേ? ഉണ്ട്. പക്ഷേ ഇതിപ്പോ ഓട്ടോക്കാരൊക്കെ നിൽക്കുന്ന സ്ഥലമാ. ഇവിടെ ഒരു ഫാമിലി ആയിട്ടൊരു പരിപാടിക്ക് വന്നിരിക്കുക. അപ്പൊ സൂക്ഷിക്കണം. ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. അറിയാലോ, ഓട്ടോക്കാര് ചങ്ക് പറിച്ച് കൂടെ നിൽക്കുന്നവരാ. അവര് കൂടിയാലേ കാക്കക്കൂട്ടം പോലെയാ. രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. ബെൻസൺ എന്തിയെ? കൂടെയുണ്ട്. എന്നാ പിന്നെ ചടങ്ങ് കഴിഞ്ഞിട്ട് വിളിക്കാം. ആ, പിന്നെ ഇരുട്ടിയിട്ട് കൊണ്ടുവന്നാ മതി, ഇല്ലെങ്കിൽ സംശയം തോന്നും. ഓക്കെ. രണ്ടിനെയും പൊക്കിക്കോളാം.